കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന എന്തിനെ പറ്റിയാന്ന് ഓർക്കുന്നുണ്ടാവോ? എന്തായിരുന്നു? എക്സ്ട്രീം പോയിന്റ്സ് അല്ലെ? എക്സ്ട്രീം പോയിന്റ്സിനെ കുറിച്ചായിരുന്നു. എന്തിനെ പറ്റിയായിരുന്നു? എക്സ്ട്രീം പോയിന്റ്സിനെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു, ഇരിഞ്ഞാലക്കുട ലൊക്കാലിറ്റി എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥലം ഏത് കുന്നാണ്? മങ്ങാടി കുന്നാണ്. ക്രൈസ്റ്റ് കോളേജ് ഇരിക്കുന്ന സ്ഥലമാണ് അല്ലെ? അപ്പൊ അത് ലോക്കലി ക്രൈസ്റ്റ് ആണ് ഏറ്റവും ഹൈറ്റ്. പക്ഷെ അത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് എടുക്കുമ്പോ വരുമോ? ഇല്ല. വേറെ ഏതെങ്കിലും ആയിരിക്കും, മങ്ങാടി കുന്നോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, കുന്നുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും വേറെ. പാലക്കാട്ട് പോയാൽ പിന്നെ പറയും വേണ്ട അല്ലെ? ഓക്കെ. അപ്പോ ഹൈറ്റുകൾ, അപ്പോ രണ്ടു തരം എക്സ്ട്രീം ഉണ്ട്. റിലേറ്റീവ് എക്സ്ട്രീം, അതായത് പിന്നെ ലോക്കലും അബ്സല്യൂട്ടും. എനിക്ക് തോന്നണേ വേൾഡിലെ ആബ്സല്യൂട്ട് ഹൈറ്റ് ഉള്ള സ്ഥലം ഏതാ? മൗണ്ട് എവറസ്റ്റ്. എവറസ്റ്റ് അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് അബ്സല്യൂട്ട് അല്ലേ? ഹിമാലയനും വലുത് തന്നെയാണ്, പക്ഷെ അതൊക്കെ വലുതാണ് ആര്? എവറസ്റ്റ്. ഓക്കെ. അതുപോലെ തന്നെ ഏറ്റവും താഴ്ചയുള്ള സ്ഥലം വേൾഡിൽ ഏതാ? കടൽ ഏതാ? മറിയാന ട്രെഞ്ച് അല്ലേ? ഏത്? മറിയാന ട്രെഞ്ച് അല്ലേ? ട്രെഞ്ചി? മറിയാന ട്രെഞ്ച്. അതാണ് ഏറ്റവും താഴ്ത്തിലുള്ള സ്ഥലം. അത് പിന്നെ സമുദ്രത്തിന്റെ അടിയിലാണോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അല്ലേ? ഏതാ? ഗർത്തമാണ് അത്. അത് ഈ പസഫിക്കിനേക്കാളും ആഴത്തിലാണോ? അപ്പൊ പസഫിക്കിലുള്ള ഏറ്റവും വലിയ ഗർത്താണ് അല്ലെ അത്? അപ്പൊ പസഫിക് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ പസഫിക് ആണ് ഏറ്റവും ആഴമുള്ള കടൽ എന്നാണ് മനസ്സിലാക്കി. അതിലത്തെ ഒരു സ്പെഷ്യൽ സ്ഥലമാണിത് അല്ലെ? എത്ര? 11 കിലോമീറ്റർ. അതായിരിക്കില്ലല്ലോ, പസഫിക് അതിലും താഴ്ചയില്ലേ? അത്രയേ ഉള്ളൂ. അങ്ങനെ പഠിച്ചാണ് നിങ്ങള്? അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ ആബ്സല്യൂട്ട് മിനിമത്തിലേക്ക് പോകാം അല്ലെ? താഴെയുള്ളത് ഏറ്റവും താഴെയുള്ളതും ഏറ്റവും ഉയരമുള്ളത് ഏതാണ്? എവറസ്റ്റ് ആണ്. ഓക്കെ. പക്ഷെ ഇത് ലൊക്കാലിറ്റി മാറുന്നതനുസരിച്ച് മാറും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ് ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം? പറഞ്ഞ പിള്ളേരെ, ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ ഈ പടങ്ങൾ നോക്കുമ്പോ തന്നെ നമുക്ക് കാണാം. പടങ്ങൾ നോക്കുമ്പോ ഇങ്ങനെ വരുമ്പോ അത് ഞാൻ ഒരു റഫായിട്ടൊരു ഐഡിയ പറയാം. ഇതിന്റെ എക്സ്ട്രീം വാല്യൂ ലോക്കൽ ആയാലും പിന്നെ നോക്കി, ഇതിന് ഏറ്റവും കൂടിയത് ഇവിടെയല്ലേ മോനെ? അല്ലേ? ഏറ്റവും കൂടിയത് എവിടെയാണ്? ഇതും ഒരു എക്സ്ട്രീം പോയിന്റ് അല്ലേ? ഇതും ലോക്കലി അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ എടുക്കുമ്പോ ഒരു എക്സ്ട്രീം പോയിന്റ് ആണ്, താഴ്ത്തിയാണ്. പക്ഷെ ഇവിടെ എടുക്കുമ്പോൾ ലോക്കലി ഇയാളുമാണ്. പക്ഷെ ഇത് എക്സ്ട്രീം വരുന്നത് ഇതുമാണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ പോയിന്റുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊരു ചോദ്യമുണ്ട്. ഏത്? ഈ എക്സ്ട്രീം സംഭവിക്കുന്ന പോയിന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് മക്കള് നോക്കുകയാണെങ്കിൽ കാണാം, ഇവിടെ ഓരോ സ്ഥലത്തും ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ഓരോ കർവിലും എല്ലാ പോയിന്റിലും നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ടാൻജന്റ്സ് വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ, ഓക്കെ, വരയ്ക്കാൻ പറ്റുന്ന സ്ഥലത്ത് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y = fx എന്നാണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്താ? dy/dx അല്ലേ? ടാൻജന്റിന്റെ സ്ലോപ്പ് എത്രയാ? dy/dx. ആ dy/dx എന്ന് പറയുന്നത് ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ tan θ, where θ is the angle made by the tangent with the x-axis അല്ലേ? ടാൻജന്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അയാൾ ആരായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്? x-axis ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചാൽ ഉടനടി നമ്മൾ അയാളെ x-axis ആയിട്ട് മുട്ടിച്ചാൽ ഈ തീറ്റ കിട്ടുന്നതായിരിക്കും എന്ത്? dy/dx, which is nothing but എന്താണ്? ടാൻജന്റ് ഓഫ് this theta. ഓക്കെ. ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആംഗിൾ ഇങ്ങനെയായി അല്ലെ? അപ്പൊ ഇനി എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാം? ആ ടാൻജന്റ് വരച്ച ഉടനടി അയാൾ ആരായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കാം? x-axis ആയിട്ടുള്ള ആംഗിൾ. അത് dy/dx ആണ്. അത് എന്താ? ടാൻ തീറ്റ ആണ്. അതല്ല ബന്ധം? ടാൻ തീറ്റ കമ്മിങ് ഇൻ ട്രിഗണോമെട്രി, dy/dx കമ്മിങ് ഇൻ കാൽക്കുലസ് അല്ലേ? അതെ.
അപ്പൊ ട്രിഗണോമെട്രിയും കാൽക്കുലസും തമ്മിലുള്ള ഒരു ബന്ധമല്ലേ ഇത്? കാൽക്കുലസ് DY/dx. ട്രിഗണോമെട്രി എന്താ വരുന്നത് അവിടെ? ടാൻ തീറ്റ. അത് രണ്ടും എന്താന്നാ വരുന്നത്? DY/dx എന്താ പറയാ? ടാൻ തീറ്റ. This is the relation between calculus and trigonometry. Okay. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് ജോമെട്രിക്കലി വരയ്ക്കുന്നതുകൊണ്ട് കാൽക്കുലസ് ആൻഡ് ജോമെട്രി ആയിട്ടുള്ള ബന്ധമായിട്ട് പറയാം. എന്തായിട്ട് പറയാം? കാൽക്കുലസ് ജോമെട്രി ആയിട്ടുള്ള ബന്ധം. പിന്നെ ഇപ്പൊ നമ്മൾ ഈ ടാൻജന്റ് പോലെ ഇവിടെ നിന്ന് വരച്ചു വരുമ്പോ ഈ മോളിൽ ഇങ്ങനെ കുറച്ചും കൂടി ഫ്ലാറ്റ് ആയി വന്നോണ്ടിരിക്കില്ല ഇത്? ടാൻജന്റ് അടുത്ത് തോറും ഈ പോയിന്റിലേക്ക് അടുത്ത് തോറും നീർന്നു വരില്ലേ? ഇങ്ങനെ അവസാനം അത് ഹൊറിസോണ്ടൽ ആവില്ലേ? ആ എക്സ്ട്രീം പോയിന്റിൽ എന്താവും? ടാൻജന്റ് എങ്ങനെയായിരിക്കും? ടാൻ 0 ആവും. തീറ്റ എന്തായിട്ട് മാറും? തീറ്റ 0. ടാൻ 0. ടാൻ തീറ്റ എന്താവും? ടാൻ 0 = 0. therefore DY/dx എന്താവും? 0. that is f-x എന്താവും? f' 0 ആയിരിക്കും. ആ പോയിന്റിൽ അതിന് വേണമെങ്കിൽ നമുക്ക് c എന്ന് വിളിക്കാം. f' എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. അപ്പോ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് സി എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം പോയിന്റ് ആണെങ്കിൽ ഉടനടി നമുക്ക് പറയാം ഇതനുസരിച്ചിട്ട് എന്ത് പറയാം? f' = 0 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ഫെർമാറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി ഒരു തിയറം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫെർമാറ്റ്സ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്? തിയറം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അയാൾ പറഞ്ഞ ഇതാണ്, സിയിൽ അതിനൊരു എക്സ്ട്രീം വാല്യൂ ഉണ്ടെങ്കിൽ f' എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇവിടെ അതിനൊരു കാര്യമുണ്ട്. ഇങ്ങനെ വന്നു ഇങ്ങനെ പോകുന്ന കർവില് ഇവിടെ 0 ആയിരിക്കില്ലേ? ഇവിടെയും 0. അപ്പൊ ഇവിടെ ആബ്സല്യൂട്ട് അതിൽ ഏതാന്നുള്ളത് നമ്മൾ പിന്നെ കണ്ടെത്തണം അല്ലേ? ഇത് ലോക്കൽ അല്ലേ? ലോക്കലാണ്. ഇപ്പുറത്തേക്ക് ഇങ്ങനെ താന്നു പോകുന്നുണ്ടെങ്കിൽ ഇതല്ലേ എക്സ്ട്രീം വരുന്നത്, മിനിമം. പക്ഷെ ഇതോ അത് ലോക്കലാണ്. ഈ സംഭവങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു സംഗതി എന്താ? ഹൊറിസോണ്ടൽ ആവുന്നതുകൊണ്ട് DY/dx എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എക്സ്ട്രീം സംഭവിക്കുമ്പോ ആ പോയിന്റിൽ എന്താന്ന് തീരുമാനമായി? DY/dx 0 ആയിരിക്കും. ആ പോയിന്റ് സി ആണെങ്കിൽ f' എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് എപ്പോഴും DY/dx എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ട് ആണ്. നമുക്കറിയാം mod x. ഓർക്കുന്നില്ലേ? mod x. അയാളുടെ പടം എങ്ങനെയല്ലേ ഇരിക്കുക? അയാൾ 0 വെച്ചിട്ടാണ് തിരിച്ചു പോണേ അല്ലേ? 0 ടിക്ക് ഇട്ട പോലെ നമ്മൾ സ്കൂൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിത് മനസ്സിലായ? അറിയാലോ? ഓർമ്മ വരില്ലേ? ആവർത്തിച്ച് പറയണ്ടല്ലോ. വേണ്ട. ഇത് കണ്ടിന്യൂസ് ആണ്. പക്ഷെ എന്തെല്ലാം നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു? ഡിഫറൻഷ്യബിൾ അല്ല. എന്തുലേഖ പറയൂ. ഡിഫറൻഷ്യബിൾ അല്ല at 0. അല്ല. ഏത് പോയിന്റ്? ഒരു പോയിന്റ് മാത്രമേ അല്ല, 0. ഓക്കെ. പക്ഷെ ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ എത്രയാ? 0 അത് 0 സംഭവിക്കണത്. അതെ. അവിടെ എന്തല്ല ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ? അല്ല, സോറി, ഡെറിവേറ്റീവ് ഡിഫൈൻഡ് ആണോ? ഡെറിവേറ്റീവ് f' ഉണ്ടോ? ഇല്ല. അപ്പൊ f' ഡിഫൈൻഡ് അല്ലാത്ത സ്ഥലത്തും എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? മിനിമോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നേരെ തിരിച്ചും വരാം. ഇങ്ങനത്തെ ഒരു പടം വന്നാൽ എന്ത് വരാം? മാക്സിമം വരാം. പക്ഷെ അവിടെ എന്ത് ഉണ്ടാവണമെന്നില്ല? f' ഉണ്ടാവണമെന്നില്ല. അതെ. അപ്പൊ f' ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റിലും അപ്പൊ നമ്മൾ എവിടെ അന്വേഷിച്ച് നടക്കുക? ഈ റിലേറ്റീവ് എക്സ്ട്രീമം സി ആണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ f' നേരത്തെ പറഞ്ഞത് f' 0 ആവാം, അല്ലെങ്കിൽ മാക്സിമം ഉണ്ടാവില്ല. does not exist. ഇത് പറയുന്നത് ഫെർമാറ്റ്സ് എന്ന് പറയുന്ന ചങ്ങാതിയാണ്. നമ്മുടെ ഫെർമാറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഫെർമാറ്റ്സ് തിയറം നമ്പർ തിയറിയിൽ എവിടെയോ വന്നിട്ടുണ്ട്.
കേട്ടിട്ടുണ്ടോ ഫെർമാനെ? ഫെർമ ആ കേട്ടിട്ടുണ്ട്. ജോമേഴ്സ് സാർ പഠിപ്പിച്ചാൽ ഫെർമാറ്റ് തിയറം പഠിപ്പിച്ചായിരുന്നു. വിൽസൺസ് തിയറം, ആ ഫെർമാറ്റ് തിയറം ഉണ്ടായി 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 ഉണ്ടായി. ഉണ്ടായി ഉണ്ടായി. ഈ ചങ്ങാതി സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ സിയില് മോനെ അവനോട് പോയി ദീപകെ ആ സർ. ഫെർമാറ്റ് തിയറം എന്താ പറയുന്നത്? എഫിന് റിലേറ്റീവ് എക്സ്ട്രീമം മറ്റ് സി ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ എഫ് ഡാഷ് ഓഫ് സംഭവിക്കാം? സി സീറോ ആയിരിക്കണം. എഫ് ഡാഷ് സി എന്തായിരിക്കണം? എഫ് ഡാഷ് സി സീറോ. എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. അല്ലെങ്കിൽ എഫ് ഡാഷ് സി ഉണ്ടാവാൻ പാടില്ല, അല്ലേ? ആ എഫ് ഡാഷ് സി ഡസ് നോട്ട് എക്സിസ്റ്റ്. എക്സിസ്റ്റ്. നമ്മൾ എക്സാമ്പിൾ കണ്ടു ഏതാ? മോഡ് എക്സ്. അവന്റെ മിനിമം എക്സ്ട്രീം വാല്യൂ ഒരു എക്സ്ട്രീം വാല്യൂ സീറോയിലല്ലേ? ആ അതെ. പക്ഷെ എഫ് ഡാഷ് സീറോ ഡിഫൈൻഡ് ആണോ? അല്ല. അല്ല. ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് എന്താണ്? ഫെർമാറ്റ് ഫെർമാറ്റ്. ഓക്കെ, ഇതിന്റെ പ്രൂഫ് നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ ആ ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്നുകൂടി സെർച്ച് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ പ്രൂഫ് പഠിപ്പിക്കുന്നില്ല. എന്ത് ചെയ്യുന്നില്ല? പ്രൂഫ് പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ പ്രൂഫ് പഠിപ്പിക്കുന്നില്ല. കാരണം എന്തോന്ന് ചെക്ക് ചെയ്യണം? ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾ കൊണ്ട് പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് വരെ പോകാവുന്ന ഒരു പ്രൂഫാണ്. ഓക്കെ, സിമ്പിൾ ആണ്. പക്ഷെ സമയം ഇപ്പൊ തൽക്കാലം കളയാനില്ല, ഞാൻ അടുത്ത ദിവസം പറയും. ഓക്കെ ഓക്കെ സർ. ഓക്കെ. ഇനി അപ്പൊ ഫെർമാറ്റ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? സിയില് അതിന് എക്സ്ട്രീം ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എഫ് ഡാഷ് സി പറയുമോനെ സീറോ ആയിരിക്കണം. ഈക്വൽ ടു എന്താവണം? സീറോ. സീറോ ആയിരിക്കും. അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല. എഫ് ഡാഷ് സി എന്ത് ചെയ്യില്ല? ഡസ് നോട്ട് എക്സിസ്റ്റ്. ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് പറയാം. ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് എക്സിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് സി ആവണമെങ്കിൽ, സി എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു സി, ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് y ഈക്വൽ ടു എഫ് എക്സ് ആവണമെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷനും ഉണ്ടാവും. ഐദർ എഫ് ഡാഷ് സി ഈക്വൽ ടു സീറോ ഓർ എഫ് ഡാഷ് സി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ ഏതിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഈ ക്രിട്ടിക്കൽ പിന്നെ പറഞ്ഞേക്കണേ? ഏത് തിയറത്തിന്റെ ചുവട് പിടിച്ചിട്ടാണ്? ഫെർമാറ്റ് തിയറം. ഫെർമാറ്റ് തിയറത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ്? എക്സ്ട്രീം വാല്യൂസ് ഉണ്ടാവണമെങ്കിൽ സി ആണ് ആ താരം എന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് സി സീറോ ആവണം, അല്ലെങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ ഫെർമാറ്റ് തിയറത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ള ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, we say that c is a critical point of f of x if എന്ത് സംഭവിക്കണം? f dash of c equal to 0 or f dash of c does not exist. Does not exist. അപ്പൊ നമുക്ക് സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പെടുന്നതാണ് എന്ത്? വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എ ഫംഗ്ഷൻ? അപ്പൊ എന്തൊക്കെ കാണണം മോനെ? എഫ് ഡാഷ് എക്സ് കാണണം, അല്ലേ? എന്നിട്ട് എഫ് ഡാഷ് എക്സ് സീറോ എവിടെയാണെന്ന് നോക്കണം. ആ വാല്യൂ ആണ് സി. ഓക്കെ, അതുപോലെ തന്നെ എഫ് ഡാഷ് എക്സ് ഇല്ലാത്ത വാല്യൂ നോക്കണം. ആ വാല്യൂ ആണ് സി. റൈറ്റ്? അപ്പൊ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. എഫ് ഡാഷ് എക്സ് കാണണം, ഇക്വേറ്റഡ് ടു എന്ത് ചെയ്യണം? സീറോ ചെയ്യണം. സീറോ ചെയ്തിട്ട് കിട്ടുന്ന എക്സ് വാല്യൂവിനെയാണ് അവിടെ സി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3. എക്സ് റേസ് ടു എത്രയാ? 1/3. 1/3. ഇതിന്റെ വാല്യൂസ് ഒന്ന് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കണ്ടേ? ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഷോ ദാറ്റ് സീറോ ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആൻഡ് എഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. gx is equal to x raised to 1/3. But that neither function has a relative extremum at 0. ഇപ്പൊ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്, പക്ഷെ രണ്ടാൾക്കും എക്സ്ട്രീം ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നേരത്തെ ശ്രദ്ധിക്കുക, എഫ് ഡാഷ് സി സീറോ ആയാൽ ഒരു എക്സ്ട്രീം പോയിന്റ് ആവാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിർബന്ധമായിട്ടുണ്ടാവണം നിർബന്ധമില്ല. ക്ലിയർ ആയോ? അതുപോലെ തന്നെ എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യില്ലെങ്കിൽ അവിടെ എന്ത് ഉണ്ടാവാം? ക്രിട്ടിക്കൽ പോയിന്റ് എക്സ്ട്രീമം ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതില് എഫ് ഡാഷ് എക്സ് എന്താണ്? എഫ് ഡാഷ് എക്സ് ഈക്വൽ 3x squared.
x square. G dash x 1/3 x raised to 2/3. minus 2 by 3 അല്ലേ? അടിയിൽ വരുമ്പോ 1 by 3 minus 1 അല്ലേ? minus അപ്പൊ 2/3. എത്രയാ? minus 2/3. 2 by 3. That is equal to 1 by 3 into x raised to 2 by 3. ഇങ്ങനെ എഴുതാം. Can you follow? sir. അപ്പൊ ഇവിടെ ആദ്യത്തെ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എത്ര കിട്ടിയ മോന്? 3x squared. 3x സ്ക്വയർ ആ കിട്ടി. അത് എപ്പോഴാ 0 ആവുക? x 0 ആവുമ്പോ. x 0 ആവുമ്പോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? x 0, f dash x equal to 0 means x equal to 0 അല്ലേ? f dash x equal to 0 means x equal to 0 ആണ്. പക്ഷെ ഇതിന്റെ പടം വരുന്നത് നോക്കുക നിങ്ങൾ. ഇതിന്റെ പടം വരുന്നത് fx equal to ഏതാ ചങ്ങാതി എന്ന് പറഞ്ഞേ? x cube. x ക്യൂബ് വരുമ്പോ x പോസിറ്റീവ് ആവുമ്പോ fx പോസിറ്റീവ് ആവില്ലേ? അപ്പൊ അതുകൊണ്ട് അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എടുക്കില്ലേ പടം? അതുപോലെ തന്നെ എവിടെയൊക്കെ കിടക്കാൻ സാധ്യത? എക്സ് നെഗറ്റീവ് ആവുമ്പോ എഫക്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റ്. അപ്പോ ഈ പടത്തിൽ വരാൻ സാധ്യതയുള്ള രണ്ട് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഫസ്റ്റും തേർഡും. തേർഡ് ക്വാഡ്രന്റ് ആണ്. പിന്നെ ഇത് എക്സിന് 0 കൊടുത്താൽ എഫക്സ് 0 അല്ലേ? അപ്പൊ കർവ് ആരി കൂടെ പാസ് ചെയ്യുന്നുണ്ട്? 0 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 0 കൂടെ പോകുന്നുണ്ട്. അവൻ ഇതിൽ കൂടെ പോയിട്ട് ഇവിടെ കിടക്കും, ഇവിടെ കിടക്കും അല്ലേ? ഓക്കെ, ഇതിന്റെ ഫിഗർ വരുന്നത് നമ്മള് പിന്നെ ഇതിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. ഇങ്ങനെയാണ് അതിന്റെ ഫിഗർ വരിക. അതൊന്ന് ഫിറ്റ് ചെയ്താൽ മതി നോക്കില്ല. എക്സിന് 0 കൊടുത്താൽ എത്ര കിട്ടും? 0 കിട്ടില്ലേ? 0 0. ശ്രദ്ധിക്കും പോലെ 1 കൊടുത്താൽ 1 ക്യൂബ് 1 1 അല്ലേ? ഇങ്ങനെ കുറെ പോയിന്റ്സ് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ പിള്ളേരെ? 2 കൊടുത്താലോ 8 വരും. അപ്പൊ ഇങ്ങനെ മുകളിലേക്ക് കയറി പോകും അല്ലെ? 2 കൊടുത്താൽ 8 ആയി, 3 കൊടുത്താൽ 27 ആയി. അപ്പൊ ഇയാൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതാണ്. അതേപോലെ തന്നെ എവിടെയും ഉണ്ടാവും, ഏത് ക്വാഡ്രന്റിലും ഉണ്ടാവും. മൈനസ് വാല്യൂസ് കൊടുത്താൽ ഇതുപോലെ സംഭവിക്കില്ലേ? ഓക്കെ. എന്നിട്ട് ഇവര് സജസ്റ്റ്, അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഡാഷ് എക്സ് 0 ആയതുകൊണ്ട് എക്സ് 0 ആണ്. അവിടെ എന്തുണ്ടാവാം ഇയാൾക്ക്? എക്സ്ട്രീം വാല്യൂ ഉണ്ടാവും. എക്സ്ട്രീം വാല്യൂ ഉണ്ടാവാന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ആ 0-ലുള്ള 0 അതിന്റെ ഒരു എക്സ്ട്രീം ആണോ? അല്ല. കാരണം എന്താ? പടം നോക്കിയാൽ തന്നെ അറിയാം. എക്സ്ട്രീം പോണത് ഉണ്ടായി താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ? അപ്പോ താഴെ നിന്ന് എവിടെ മുട്ടണേ? പസഫിക്കില് നീ പറഞ്ഞ സ്ഥലത്തൊന്നും മുട്ടണില്ല. അവൻ പോവന്നെയല്ലേ അങ്ങോട്ട് താഴത്തേക്ക്. മുകളിലേക്ക് എവറസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവറസ്റ്റ് കഴിഞ്ഞാൽ അവൻ മുകളിലേക്ക് പോകുമ്പോ അന്തരീക്ഷത്തിൽ മുകളിൽ പോകൊള്ളേ? അപ്പൊ ഇയാൾക്ക് ഏറ്റവും ടോപ്പ് ഏതാ വാല്യൂ എന്ന് നിനക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഏറ്റവും താഴെ ഏതാ വാല്യൂ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ ഇപ്പൊ പേര് അനുസരിച്ച് പറയാം, നമുക്ക് സെർച്ച് ചെയ്യാവുന്ന ഒരു സ്ഥലം ഏതാ? 0. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന സ്ഥലല്ലേ? അത് സെർച്ച് ചെയ്തിട്ട് വല്ല ഉപകാരമുണ്ടോ? ഇല്ല. ഇല്ല. പക്ഷെ എല്ലാ സെർച്ച് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 വരുന്ന എക്സിനും എക്സ്ട്രീം വാല്യൂ ഉണ്ടാവുകയാണെന്ന് നിർബന്ധമില്ല എന്നതിന് പറഞ്ഞൊരു എക്സാമ്പിൾ ആണിത്. പക്ഷെ ഉണ്ടാവുകയാണെങ്കിൽ എവിടെ ഉണ്ടാവുള്ളൂ? 0. അതായത് എഫ് ഡാഷ് എക്സ് എന്താവുന്ന സ്ഥലത്ത്? 0 ആവുന്ന സ്ഥലത്ത്. 0 ആവുന്ന എക്സ് വാല്യൂവിന് മാത്രമേ മാക്സിമം മിനിമം ഉണ്ടാവുള്ളൂ. റൈറ്റ്? ഓക്കെ. ഇയാൾക്ക് ആള് വെച്ചാണ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ചെയ്തപ്പോ 3x സ്ക്വയർ ഈക്വൽ ടു 0. 3 0 അല്ല, എക്സ് സ്ക്വയർ 0. therefore എക്സ് എന്താവേണ്ടതാണ്? 0 ആവേണ്ടതാണ്. പക്ഷെ അവിടെ നോക്കിയപ്പോ ഇവിടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. കാരണം എന്താ? ആ 0-ൽ അയാളുടെ എക്സ്ട്രീമും ഇല്ല, രണ്ട് എക്സ്ട്രീമും ഇല്ല അല്ലേ? 0 വാല്യൂ അല്ലേ? രണ്ട് എക്സ്ട്രീം മുകളിലേക്ക് പോണത് അണ്ടകടാകത്തിലേക്ക് പോണത് നമുക്ക് കണ്ടെത്താൻ തന്നെ പറ്റില്ല. താഴേക്ക് പോണത് എവിടേക്ക് തന്നെ പോണേ? താഴത്തേക്ക് കുറെ താഴേക്ക് പോണില്ലേ? പോയിക്കൊണ്ടേ ഇൻഫിനിറ്റിയിലേക്ക് പോവുക, മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ആ വാല്യൂ കിട്ടിയോല് എന്തുണ്ടാവണമെന്ന് നിർബന്ധമില്ല. എക്സ്ട്രീം വാല്യൂ ഉണ്ടാവണമെന്നില്ല, നിർബന്ധമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തെ ഉണ്ടാവൂ. ഇനി അടുത്ത പടം ഏതായിരുന്നു? ജി എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 അല്ലേ? ജി എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 ആണ്. അവിടെ നമുക്കറിയാം എക്സിന് പോസിറ്റീവ് ആയിട്ടെങ്കിൽ
പോസിറ്റീവ് റേസ് ടു 1/3 പോസിറ്റീവ് തന്നെയാണ് ആ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉണ്ടാവുക പടത്തിന്റെ ഒരു ഭാഗം. അടുത്ത ഭാഗം നോക്കാം. എക്സ് നെഗറ്റീവ് ആവുമ്പോ നമുക്കറിയാം -1³ എത്രയാ മോനെ? -1. നെഗറ്റീവ് ആണ്. അപ്പൊ -1ന്റെ ക്യൂബ് റൂട്ട് എന്താ? -1 അല്ലേ? -1ന്റെ ക്യൂബ് റൂട്ട് എത്രയായിരിക്കും? -1. -1. അപ്പൊ അതുകൊണ്ട് അവിടെ അടുത്ത സാധ്യത ഏതിലായിരിക്കും? ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? തേർഡ് ക്വാഡ്രന്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷെ പടം ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം ഇയാള് കുറച്ച് വൈ ആക്സിസിനോട് ചേർന്നിരിക്കുന്ന പടമായിരിക്കും. സീറോയിലെ കൂടെ പോകുന്നുണ്ടാവും. ഇങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ടാ? നമ്മുടെ ഇന്റഗ്രൽ സൈൻ ഇല്ലേ? ഇന്റഗ്രൽ സൈൻ അതുപോലെയാണ് ആ പടം ഇരിക്കുക. അപ്പൊ ഇത് gx is equal to ആരാ സാധനം? gx is equal to x raised to 1/3. ഇത് y fx equal to ആരാ? 3x². x cube ന്റെ പടമാണ് ഇത്. ഏതിന്റെ? gx is equal to x raised to 1/3. നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് മോനെ കാണാൻ പറ്റും. x ന് 0 കൊടുത്താൽ 0, 1 കൊടുത്താൽ 1, 2 കൊടുത്താൽ എന്താ ഉണ്ടാവുക? ക്യൂബ് റൂട്ട് ഓഫ് 2 അല്ലേ ഉണ്ടാ? എന്താ വരിക? ക്യൂബ് റൂട്ട് ഓഫ് 2 വരും. ആ കുറേശ്ശെ ഇങ്ങനെ കൂടി 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 പോകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് ആ പടം വരിക. ഇവിടെ നമുക്കറിയാം ഈ g'(x)ന്റെ പ്രത്യേകത എന്താ പറയാ? ഇയാള് ഡിനോമിനേറ്ററിലല്ല എക്സ് പവർ വന്നേക്കണേ. അപ്പൊ ഡിനോമിനേറ്റർ 0 ആയിട്ടുണ്ടെങ്കിൽ ഇത് പണി പാളില്ലേ? g'(x) എവിടെ എക്സിസ്റ്റ് ചെയ്യണില്ല? g'(0) എക്സിസ്റ്റ് ചെയ്യണില്ല. g'(0) ഡിഫൈൻഡ് ആണോ? അല്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധ്യത എന്താ? ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവാനുള്ള സാധ്യത? എക്സ്ട്രീം ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടാവും. ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടാവും. അവിടെ ഒരു എക്സ്ട്രീം വരാൻ സാധ്യതയുണ്ടല്ലോ. ഉണ്ടാവും. പക്ഷെ ഇവിടെ സീറോയില് മുതലെല്ലാം നോക്കിയ നീ സീറോയില് അതിന്റെ ഒരു ഏറ്റവും വലിയ വാല്യൂ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണോ? അത് അല്ല. കാരണം എന്താ? അയാൾ താഴത്തേക്ക് ഇങ്ങനെ പോണ്ട്, ഇയാള് പിന്നെ എവിടേക്ക് പോണ്ട്? മുകളിലോട്ടും. അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? f'(x) 0 അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത ഇരുന്നാലോ ആ പോയിന്റിൽ എന്തുണ്ടാവണം നിർബന്ധമില്ല? എക്സ്ട്രീം വാല്യൂ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാവുള്ളൂ? സീറോയിൽ ഉണ്ടാവുള്ളൂ. അല്ല, ഏത്? f'(x) 0 ആവുന്ന പോയിന്റ് അല്ലെങ്കിൽ f'(x) എന്തല്ലാത്ത പോയിന്റ്? എക്സിസ്റ്റ് പോയിന്റ്. അപ്പൊ ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് സൈറ്റ് ചെയ്യാൻ പറ്റും. ഈസ് ഇറ്റ് നെസസറി? എന്ത് ക്രിട്ടിക്കൽ പോയിന്റ്സിൽ എന്തുണ്ടോന്ന്? ക്രിട്ടിക്കൽ പോയിന്റ്സിൽ എന്തുണ്ടോന്നുള്ളത് നെസസറി ആണെന്ന് ചോദിച്ചാൽ എന്തുണ്ടാവണമെന്ന്? എക്സ്ട്രീം വാല്യൂ ഉണ്ടാവണമെന്ന് നിർബന്ധം ഉണ്ടോ? ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? അങ്ങനെ നിർബന്ധമില്ല. എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇരിക്കുന്നുണ്ട്, f(x) equal to ആരാ? x³. ആ ചങ്ങാതി f'(x) 0 ആവുന്ന x equal to 0 പക്ഷേ ആ സീറോയിൽ അയാളുടെ എന്ത് വാല്യൂ ഇല്ല? എക്സ്ട്രീം വാല്യൂ ഇല്ല. അതുപോലെ തന്നെ gx പറഞ്ഞു കൊടുക്കുക. കിട്ടിയ മോനെ? അപ്പൊ റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എവിടെ? ക്രിട്ടിക്കൽ അതായത് ക്രിട്ടിക്കൽ പോയിന്റില്. പക്ഷെ ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടാവുള്ളൂ? ക്രിട്ടിക്കൽ പോയിന്റിൽ ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് x - 3x raised to 1/3. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു. ഇയാളുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് f(x) equal to x - 3x raised to 1/3. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒട്ടനടി നമ്മള് fx എന്ന് വിളിച്ചു. അയാളെ എന്ത് ചെയ്യണം? f'(x) ആണ്. x-ന്റെ 1, മറ്റേത് 3 into 1/3 x raised to 1/3 minus 1. എത്രയത്? -2/3. -2/3. That is equal to 1 minus x raised to -2/3. That is 1 minus 1/x raised to 2/3. Can you follow? Sir. That is equal to x raised to 2/3 minus 1 divided by x raised to 2/3. Clear ആയോ? Sir, clear ആയി. ഈ f'(x) എപ്പോഴാ ക്രിട്ടിക്കൽ ആവുക? 0 അത് ആദ്യം ചെയ്യാം. f'(x) 0 ആവുമ്പോ ഒരു a/b equal to 0 എന്ന് പറഞ്ഞാൽ a equal to 0 അല്ലേ? a/b equal to 0 എന്ന് പറഞ്ഞാൽ ഈ b ഇങ്ങോട്ട് പോയിട്ട് 0ന്റെ അടുത്ത് പോയിട്ട് നശിച്ചു പോക്കോളും. a equal to എന്തായിരിക്കും?
0. അപ്പൊ കോഷ്യന്റ് ഓഫ് ടു നമ്പേഴ്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ മസ്റ്റ് ബി ഈക്വൽ ടു 0. 0. അപ്പൊ ഇവിടെ എന്തായിരിക്കും f dash x 0 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? X raised to 2 by 3 minus x 1 raised equal to to 2 by 0. 3 minus 1 equal to 0. Am I right? That is x raised to 2 by 3 equal to 1. X is equal to 1. x square equal to 1 എന്ന് കിട്ടില്ല. ഇതിന്റെ ക്യൂബ് ചെയ്യാം രണ്ട് സൈഡിലും. ക്യൂബ് ചെയ്താൽ ഈ 3 പോകും. ഇവിടെ 1 ക്യൂബ് ഒരു 1 അല്ലേ? Therefore x equal to എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് 1. Am I right? അപ്പൊ ഏതൊക്കെ പോയിന്റ്സിൽ വരാം? +1 വരാം, -1 വരാം. -1ലും അയാൾക്ക് എന്ത് പോയിന്റ്സ് ഉണ്ടാവാം? ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടാവും. ക്രിട്ടിക്കൽ പോയിന്റ്. ഇനി ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. എന്താണ്? +1. അല്ല മോനെ, അല്ല, does not exist. does not exist. If that does not exist ആവുക x raised to 2 by 3 1 ആവുമ്പോ 0 1 ആവുമ്പോഴല്ല 0. x does not exist എപ്പോഴാ? does not exist എന്ന് പറയുന്നത് എന്താ? ഡിനോമിനേറ്റർ 0 ആവുമ്പോ. exist means x raised to 2 by 3 equal to 0. That is x equal to 0 ആവുമ്പോഴല്ലേ? അപ്പോ ക്രിട്ടിക്കൽ പോയിന്റ് എപ്പോഴൊക്കെയാ സംഭവിക്കുക? x +(-1) അല്ലെങ്കിൽ 0 ആവുമ്പോ. Yes. Therefore, the critical points are at -1, 0. +1, 0. Okay. Critical points are at -1, 0, 0, +1. +1. Clear ആയോ? സർ. ഓക്കെ. ഇനി നിങ്ങളോട് ഒരു എക്സ്ട്രീം വാല്യൂ തിയറം ഉണ്ട്. തിയറം പറയണത് എന്താ വെച്ചാല്, suppose you are having a function fx which is continuous. fx എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ ഗ്രാഫ് പറഞ്ഞ ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല. ഓർ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു f of x is equal to f of a ആവണം. ആ ഡെഫിനിഷൻ ഒക്കെ അറിയാലോ കണ്ടിന്യൂറ്റിയുടെ. ഇനി ഇവിടെ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ a b ആണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ എവിടെയാ? ക്ലോസ് ഇന്റർവൽ a b. a b ആണ്. യെസ്. then f attains an absolute maximum value f of c for some c in closed interval a b and an absolute minimum value f of d for some value d in closed interval a b. ഇത്രേ പറയാനുള്ളൂ. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ y equal to fx. കാണുന്നുണ്ടോ നീ? എവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്? a തൊട്ട് a b വരെ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്. ഇതാണ് ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്ന പോയിന്റ്. ഫംഗ്ഷന് കണ്ടിന്യൂറ്റിക്ക് തടസ്സമൊന്നും ഇല്ലല്ലോ. ഇല്ല. കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മളോട് പറയണത് എന്താ വെച്ചാല്, ഇയാള് മാക്സിമത്തിലെത്താം, മിനിമത്തിലും എത്താം. ആര്? എഫക്സിന് എന്തുണ്ടാവും? മാക്സിമം ഉണ്ടാവും, മിനിമം ഉണ്ടാവും, മിനിമം വാല്യൂ ഉണ്ടാവും. അതായത് ഇവിടെ ഒരു സി കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സി കണ്ടുപിടിക്കാൻ പറ്റും. ആ എഫ് ഓഫ് സി ആയിരിക്കും അതിലെ ആബ്സല്യൂട്ട് മാക്സിമം. പറഞ്ഞേ, ആരായിരിക്കും ആബ്സല്യൂട്ട് മാക്സിമം? എഫ് ഓഫ് സി. അതുപോലെ തന്നെ ഡി കണ്ടുപിടിക്കാൻ പറ്റും. ആ എഫ് ഓഫ് ഡി ആയിരിക്കും എന്ത്? എഫ് ഓഫ് ഡി ആയിരിക്കും ആര്? ആബ്സല്യൂട്ട് മിനിമം. ആബ്സല്യൂട്ട് മിനിമം. പിടികിട്ടിയോ? ഇത് നോക്കുമ്പോ നമുക്കറിയാം ആബ്സല്യൂട്ട് മിനിമം ഏതുമാണ്, ആബ്സല്യൂട്ട് മാക്സിമം എവിടെയാണ് സംഭവിക്കുന്നത്? ബിയിലാണ്. അങ്ങനെ ആവണമെന്നില്ലല്ലോ ഫംഗ്ഷൻ എപ്പോഴും. ഇയാള് ഇങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ട് പോട്ടെ, ഇങ്ങനെയൊക്കെ വരാലോ. അപ്പൊ ഇതില് ആബ്സല്യൂട്ട് മിനിമം എവിടെയല്ലേ? അതെ സർ. മിനിമം ഉണ്ടോ? അപ്പോ നമുക്ക് ഈ പോയിന്റ് നമുക്ക് മിനിമം ആവുമ്പോ ഒരു ഡി എന്ന് വിളിക്കാം. ഇത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് ഡി ആണ്. എഫ് ഓഫ് ഡി. മാക്സിമം എവിടെയൊക്കെ ഉണ്ടാകും? രണ്ടും ഒരുപോലെ ഇല്ലേ? എന്നാലും ആർക്കും കൂടുതൽ ഈ പോയിന്റ് സംഭവിക്കുന്നത് എന്തായിരിക്കും? ഈ ലെങ്ത് എത്രയായിരിക്കും? എഫ് ഓഫ് സി. ഇതിനൊക്കെ എന്ത് വേണം? ഫംഗ്ഷൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അല്ലടാ, ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിരിക്കണം? തുടക്കത്തിൽ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം അല്ലേ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ എന്ത് ഗ്യാരണ്ടി തരുന്നത് നമുക്ക്? മാക്സിമം ഉണ്ടാവും, മിനിമം ഉണ്ടാവും, മിനിമം ഉണ്ടാവും. ഓക്കെ. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ഉണ്ടെങ്കിൽ പറഞ്ഞേ. ക്ലോസ് ഇന്റർവെൽ എ ബി ഉണ്ടെങ്കിൽ മാക്സിമം മിനിമം
മിനിമം അതെ, ഉണ്ടാവും. നേരത്തെ ഒരു എഫ് എക്സ് വരച്ചില്ലേ, എഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ആ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഒക്കെ തന്നെയാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ കർവ് ഇങ്ങനെ വരച്ചു പോയില്ലേ. ആ പക്ഷെ അവിടെ ഒരു ഇന്റർവെല് തന്നിട്ടുണ്ടായില്ല നമുക്ക്. ആ ഉണ്ടായില്ല. മനസ്സിലായോ? അത് ആർ എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അണ്ടഘടകത്തിൽ നെഗറ്റീവിലേക്ക് പോകും, പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ അണ്ടഘടകത്തിൽ പോസിറ്റീവിലും പോയില്ലേ. ആ അപ്പൊ അതുകൊണ്ട് ഇന്റർവെല് തരുമ്പോഴേ ഇത് പറ്റുള്ളൂ. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും അയാൾക്ക്? മാക്സിമം മിനിമം ഉണ്ടാവുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ പറഞ്ഞില്ലേ, ഇങ്ങനെ വന്നിട്ടുള്ള ഫംഗ്ഷൻ ഇല്ലായിരുന്നു ഇത്. ഓർക്കുന്നില്ലേ? ആ ഫസ്റ്റ് ക്വാഡ്രന്റ് തേർഡ് ക്വാഡ്രന്റ് ഇങ്ങനെയല്ലേ ഫംഗ്ഷൻ പോയേ. അതെ. ഇത് അണ്ടഘടകത്തിലേക്ക് പോകുമ്പോഴേക്ക് പോകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് -1 തൊട്ട് +1 വരെ ചെയ്യായിരുന്നെങ്കിലോ മാക്സിമം മിനിമം ഉണ്ടാവും. ഇത് മാക്സിമം ആണ്, ഇതോ മിനിമം. മിനിമം ആണ്. ക്ലിയർ ആയോ? ആ സർ. അപ്പൊ അത് കാരണം എന്താ? ആ ഫംഗ്ഷന്റെ ഗ്രാഫ് കണ്ടാൽ അറിയാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പിന്നെ ഒരു ഇന്റർവെൽ, ബൗണ്ടഡ് ഇന്റർവെൽ ആയിട്ടുള്ള -1 +1 നമുക്ക് തന്നിട്ടുണ്ട്. 0 to 1 തന്നാലും കിട്ടും മോനെ. എന്താണ്? ആ 0 to 1. ഇന്റർവെൽ 0 to 1 0 മിനിമം, 1 മാക്സിമം. മാക്സിമം ആയി. ബുദ്ധിമുട്ട് മനസ്സിലായോ? ആ ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഗൈഡ് ലൈൻ ഫോർ ഫൈൻഡിങ് എക്സ്ട്രീമ ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? അപ്പോ എക്സ്ട്രീമം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫെർമാന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് പറഞ്ഞു? ക്രിട്ടിക്കൽ പോയിന്റ്സ് പറഞ്ഞില്ലേ? ആ അപ്പോ ആദ്യം എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഫൈൻഡ് ദ ക്രിട്ടിക്കൽ നമ്പേഴ്സ് ഓഫ് ദി അത് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് എക്സ് 0 കണ്ടുപിടിക്കുക. പറഞ്ഞത് മനസ്സിലായോ? ആ ക്ലിയർ ആയോ? പിന്നെ എഫ് ഡാഷ് എക്സ് എന്തെല്ലാണ്ട് ഇരിക്കണം? does not exist. Does not exist കണ്ടുപിടിക്കുക. എന്നിട്ടാണ് അപ്പൊ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ, ഫൈൻഡ് ദ എക്സ്ട്രീം വാല്യൂസ് ഓഫ് എഫ് എക്സ് ഈക്വൽ ടു 3x⁴ -4x³ -8. ക്ലിയർ ആവുന്നുണ്ടോ? ആ സർ. ഓൺ -1 2 ക്ലോസ് ഇന്റർവൽ -1 2ലാണ് കാണുന്നത്. ഇത് ഇയാളൊരു പോളിനോമിയൽ അല്ലേ ആ മോനെ? എന്താണ് ഇയാളൊരു പോളിനോമിയൽ. പോളിനോമിയൽ ആണ്. പോളിനോമിയൽസ് ഒക്കെ എന്താണ്? കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആയിരിക്കും. പോളിനോമിയൽസ് ഒക്കെ എന്താ? കണ്ടിന്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? എഫ് എക്സ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണ്. ക്ലോസ് ഇന്റർവൽ എഴുതി തന്നിട്ടുണ്ടല്ലോ. ആ -1 തൊട്ട് 2 വരെ. 2 വരെയാണ്. അപ്പോ ഈ ഫംഗ്ഷന് എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടാവും. ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടാവും. മാക്സിമം ഉണ്ടാവാം, മിനിമം ഉണ്ടാവാം. മിനിമം ഉണ്ടാവാം. അപ്പൊ അതിന് എന്താ ആദ്യത്തെ കണ്ടീഷൻ? ഈക്വൽ ടു 0. ഈക്വൽ ടു 0. എഫ് ഡാഷ് എക്സ് പറഞ്ഞു പോകാൻ 12x³ -12x² 12x² ഈക്വൽ ടു 0. ആര് കോമൺ ആണ് ഇവിടെ? 12x x എക്സ് മാത്രമാണ്. I² മൈനസ് 1 -1 ഈക്വൽ ടു 0. Am I right? മറ്റൊരു നോക്കൂ. ശരിയല്ലേ? അപ്പോൾ 12 0 അല്ല, x² 0 എന്ന് പറഞ്ഞാൽ x 0 അല്ലേ? ആ x is equal to 1. Therefore critical points critical points ഉണ്ടാവുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? 0 ഉം 1 ഉം. 0ലും 1 ആണ്. ഓക്കെ. ആ ഇനി നോക്കിയേ, ഈ 0ഉം 1ഉം ഇന്റർവെലിനകത്താണോ നോക്കിയേ? അതെ. അല്ലേ? ഇന്റർവെലിനകത്തല്ലേ വരണേ? ഓക്കെ. അപ്പോ 0ലും 1ലാണ് നമുക്ക് എന്തുണ്ടാവേണ്ടത്? ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഇതിന്റെ എക്സ്ട്രീം പോയിന്റ്സ് ഉണ്ടാവേണ്ടത് 0ലും 1ലും 1ലുമാണ്. ഓക്കെ. ഇതുവരെ വളരെ ശരിയാണോ മോനെ? ആ അവിടെ ഇനി ഇപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കണം ഈ 0ലാണോ 1ലാണോ ഇയാൾ ഏറ്റവും കൂടി നിൽക്കണേ, ഏറ്റവും കുറഞ്ഞു നിൽക്കണേ. കിട്ടിയോ? ആ അതിന് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കണ്ടേ വാല്യൂ? കണ്ടുപിടിക്കണം. അപ്പൊ f of 0 എന്തായിരിക്കും ഇവിടെ? -8 അല്ലേ? ആ f of 1 -9. ഇത് 3 -9 വരും അല്ലേ? f of 1 എത്ര വരിക? 3 - 4 that is -1 -8 that is -9. Am I right? ആ സർ. ഇപ്പൊ നമ്മള് ഇയാളുടെ പടം വരച്ചു. നമ്മളൊന്ന് നോക്കി -1
ഈ പടം വരയ്ക്കുമ്പോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇയാൾ ഇങ്ങനെയൊക്കെ വന്നു ഇങ്ങനെ എല്ലാം ടയറുള്ള പടം കുട്ടി. ആ ഈ ആരൊക്കെ ആരുടെ അകത്താണ്? സോറി, ഇപ്പുറത്തല്ലേ വരിക? നമുക്ക് ഇതല്ലേ എവിടെയാണ് എക്സാക്ട് y ആക്സിസ് വരിക അല്ലെ? -1 2 ആയതുകൊണ്ട് ഇനി ഈ -1 2ന്റെ അകത്ത് ആരൊക്കെ വരുന്നുണ്ട്? 1 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. 1 വരും. അപ്പൊ അതിന്റെ അകത്താണ്. അപ്പൊ അവിടെയാണ് അയാൾക്ക് എന്തുണ്ടാവാനുള്ള സാധ്യത? എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോ ഈ എൻ പോയിന്റിലൂടെ ആരൊക്കെയാ? -1ഉം 2ഉം 2 അവിടെയും ചിലപ്പോൾ വരാൻ സാധ്യത. അവിടെ ഡെറിവേറ്റീവ് 0 ആവണം നിർബന്ധമില്ല. എന്താവണമെന്നില്ല, ഡെറിവേറ്റീവ് 0 ആവണമെന്നില്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഏതിന്റെ വാല്യൂ കൂടി നോക്കണം? -1ഉം 2ന്റെ. -1ലും 2ന്റെയും കൂടി ഫംഗ്ഷൻ വാല്യൂ നോക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ ടേബിൾ എടുത്തു. ടേബിൾ എടുത്തപ്പോ എക്സ് വാല്യൂ, എഫ് എക്സ് വാല്യൂ, എക്സ് വാല്യൂ 0 ആവുമ്പോ നമുക്ക് കിട്ടി എത്രയാ? 0 ആവുമ്പോ എത്ര കിട്ടി? -8 -8 കിട്ടി. 1 ആവുമ്പോ -9 കിട്ടി. ഇനി നമ്മൾ ആരും കൂടി പരിഗണിക്കണം. -1ഉം 2ഉം. -1 കൊടുത്താൽ 3 പ്ലസ് 4 4 -8 -1 -1 -1 വരുമ്പോ ഇവിടെ -1 വരും. ഇനി ആരും കൂടി വേണം നമുക്ക്? 2 2. വേണം. 16 അപ്പൊ 48 അല്ലെ? 8 × 4 32 -8 എത്ര വരും മോനെ? 8 വരില്ലേ? അപ്പൊ ഇത് 8 വരും. അപ്പൊ ഈ ഫംഗ്ഷന് നമ്മൾ ആരും കൂടി പരിഗണിക്കണം. എഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 കിട്ടുന്ന എക്സ് വാല്യൂ മാത്രമല്ല, പിന്നെ ആരും കൂടി വേണം? -1ഉം 2ഉം. കിട്ടി. ആരും കൂടി പരിഗണിച്ചു നമ്മള്? -1ഉം 2ഉം എക്സ്ട്രീം പോയിന്റ്സിനാണ്. എന്നിട്ടൊന്ന് നോക്കി, ഫംഗ്ഷൻ നോക്കി, എവിടെ ഏറ്റവും കുറഞ്ഞ വാല്യൂ? -9. അത് സംഭവിക്കുന്നത് എവിടെയാണ്? 1ല്. 1ലാണ്. Therefore it is having absolute minimum at 1. x equal to 1. 1. The value is 1 അല്ല -9. എക്സ്ട്രീം അടുത്തത് എന്താ? ആബ്സല്യൂട്ട് മാക്സിമം എന്താ? 2ല് f of x equal to 8. അത് 8 ആണ്. ക്ലിയർ ആയോ? അപ്പോ അബ്സല്യൂട്ട് മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ നീ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? f dash of x ആണ് ആദ്യം. equal to 0 does not exist. എന്നിട്ട് കിട്ടുന്ന എക്സ് വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ? അത് മാത്രം മതിയോ? പോരാ. ഇന്റർവെല് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്ട്രീം പോയിന്റ്സ് എടുക്കുക. എക്സ്ട്രീം പോയിന്റ്സിൽ കൂടി എന്ത് നോക്കണം? മാക്സിമം മിനിമം ഉണ്ടോന്ന്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ഓർ എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലേ പറഞ്ഞിരുന്നേ? ആ ക്രിട്ടിക്കൽ പോയിന്റിന്റെ കൂടെ ആരെയും കൂടി നമ്മൾ തള്ളണം? ഇന്റർവെല്ല എക്സ്ട്രീം പോയിന്റ്സ് കൂടി നോക്കിയിട്ട് ആ പോയിന്റുകളിലൊക്കെ ഇതിന്റെ വാല്യൂസ് വെരിഫൈ ചെയ്യാം. എന്നിട്ട് അതിൽ ഏറ്റവും കൂടിയ വാല്യൂ വരുന്ന പോയിന്റ് ആയിരിക്കും എന്ത്? എക്സ്ട്രീം മാക്സിമം. ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്തായിരിക്കും? എക്സ്ട്രീം മിനിമം ആയിരിക്കും. Can you follow? ശരി. അപ്പോ ഇപ്പൊ ഒരു കാര്യം കൃത്യമായിട്ട് മാക്സിമം മിനിമം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ഒരു സാധ്യതയും കൂടി എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇവിടെ പോളിനോമിയൽ ആയതുകൊണ്ട് വരുമോ? അത് ഇല്ല. ഓക്കെ. ഇനി അടുത്ത ഒരു പ്രോബ്ലം, എഫ് എക്സ് ഈക്വൽ ടു 2 cos x minus x. ഇന്റർവെല് തന്നിട്ടുണ്ട് 0 to 2π. ഇതാണ് താരം. കിട്ടുന്നുണ്ടോ മോനെ? ഓക്കെ. പോയാ നീ? ഹലോ, കേൾക്കണില്ലേ മക്കള്? ദീപക്കെ? വൈഫൈ കട്ടായതാ. പിന്നെ ആരാ കൂടെ നിങ്ങക്ക് വരാന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നാ? ഇന്ദുലേഖാരാന്ന് പറഞ്ഞിരുന്നു. മിസ് ഇന്ദു, അടുത്ത പ്രോബ്ലം നീ പറഞ്ഞാലോ? പറയാം. ഇവിടെ ഇതാണ് താരം. എഫ് എക്സ് ഈക്വൽ ടു 2 cos x minus x 0 to 2π.
ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? F ഇത് dash x കണ്ടിന്യൂസ് ആണോ മോളെ? കണ്ടുപിടിക്കുക. ഇത് കണ്ടിന്യൂസ് ആണോ? അതെ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണ്. കാരണം ഇതിൽ താരങ്ങളിൽ നിന്ന് നോക്കിയ രണ്ട് കോൺസ്റ്റന്റ് ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ്. കോസ് എക്സ് നല്ല Continuous കൃത്യമായിട്ട് ആണ്. വരെയൊക്കെ പോണതല്ലേ? അതെ അപ്പൊ 2 into cos x എന്താ? കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണ്. എക്സ് പവർ ഓഫ് എക്സ് പോളിനോമിയൽ ആണ്. കണ്ടിന്യൂസ് ആണ്. ഡിഫറൻസ് ഓഫ് ടു ഫങ്ഷൻസ് ഇസ് കണ്ടിന്യൂസ്. മൊത്തത്തിലപ്പോ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ എഫ് ഡാഷ് F എക്സ് dash കാണും അല്ലെ? അതെ. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞേ വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ്? -2 sin x -2 sin x -1. +1 എന്താ പറഞ്ഞേ? അബദ്ധത്തിൽ വന്നത്. -2 sin x -1. നമ്മൾ എന്താ ചെയ്യാറ്? ഈക്വൽ ടു 0 ആയിട്ട് വരും. equal to 0. Therefore, -2 sin x is 2 equal to sin 1. x equal to 1 വരും. Sin x -1/2. sin x is equal to -1/2 ആണ്. ഇത് എപ്പോ സംഭവിക്കും? sin x -1/2 0 to 2π ആണ് നമ്മുടെ താരം. എന്താണ്? 0 to 2π. 2π. ഇത് എപ്പോഴാണ് സംഭവിക്കുക? sin x 1/2 നമുക്കറിയാം 30 30 അപ്പൊ 180 + 30 ചെയ്താൽ മതിയോ? 180 + 30 ശരിയാവോ? അപ്പൊ 270 + 30 ആണോ? 270 + 30 നീ എന്ന് പറയും. sin x is equal to -1/2 ആവുന്ന സ്ഥലം നോക്കണം. sin 90 + 30 എത്ര വരും നമ്മളെ? 120. 120 ആണ് അല്ലേ? അതെ. sin 90 + 30 എത്ര? sin 30 അല്ലേ? അതെ അപ്പൊ ശരിയായി. ശരിയായി? കറക്റ്റായി. എന്ത് ശരിയായി? sin 120 ആണ്. sin 120 മൈനസ് അപ്പൊ x എത്രയാ വരുന്നത്? ഉം. 120 വരില്ലേ കൂട്ടാ? കുട്ടിയെ നോക്കിയൊന്നും sin x is equal to -1/2 ആണ് വരേണ്ടത്. then x equal to 7π/6 എന്നൊക്കെയാണല്ലോ അവര് പറയണേ. ഇപ്പൊ എത്രയാ വരിക? 120 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര π/6 വരും പിള്ളേരെ? 4π/6 അല്ലേ വരുന്നത്? 4π/6 ആണ് വരേണ്ടത്. are the only critical points in 0 to 2π. 0 to 2π. സർ 180 + 30 ആണോ? നോക്കട്ടെ. sin x is equal to -1/2. 180 + 30 വരുമ്പോ എത്ര വരും? 2 അപ്പൊ 7π/6 വരില്ലേ? 7π/6 വരും. 11π/6 വരുന്നുണ്ടല്ലോ അവർക്ക്. അതേതാ? 270 11π/6. 11π/6 എത്ര വരിക? 7π/6 90 + 30 sin 120 എന്ന് പറയുന്നത് sin സോറി പ്ലസ് വരിക. സർ 180 അല്ലേ? അപ്പൊ 180 പ്ലസ് ആ വരും. നീ പറഞ്ഞത് ശരി. ഓക്കെ, പെട്ടെന്ന് സാറിന് ആ കോസ് അതിന്റെ ഇടയിൽ ഒന്ന് ചാടിയതാണ് ഉണ്ടായത്. ഓക്കെ സോറി വെച്ചാല് അത് കോസ് ആവുക ചെയ്യുക വിത്ത് പിന്നെ പോസിറ്റീവ് തന്നെയാ വരിക സെക്കൻഡ് ക്വാഡ്രന്റ് ആവുമ്പോ. ഓക്കെ, അപ്പൊ എനിവേ സൈൻ എത്രയാ? x is equal to -1/2 sin 5 + θ എന്ന് പറയുന്നത് -sin θ ആണ്. പറയും sin 5 + θ എന്താ? -sin θ ആണ്. sin θ ആണ്. sin പൈ ആയതുകൊണ്ട് സൈൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഏതാ ക്വാഡ്രന്റ് വരിക? തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താ? നെഗറ്റീവ് ആണ് അല്ലേ? അതെ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി വരാം. അപ്പൊ ഇവിടെ തീറ്റയ്ക്ക് എന്ത് കൊടുക്കുന്നുള്ള സൈൻ തീറ്റ എന്ത് കൊടുത്താലും -1/2 വരെ 30 കൊടുക്കുമ്പോഴല്ലേ? അതെ. അപ്പൊ സൈൻ പറയുമ്പോൾ 5 + 5/6 അല്ലേ? അതെ. -sin 5/6 that is equal to -1/2. ശരിയാണോ?
ആ ശരിയാണ്. അപ്പൊ എക്സിന് കിട്ടുന്ന അപ്പൊ സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് ഹാഫ് എന്ന് പറയുമ്പോൾ എക്സിന് കിട്ടുന്ന ഒരു വാല്യൂ എത്ര വരുന്നത് 5 പ്ലസ് 5/6 7/6 7 5/6. 7π/6 ആണ്. ഓക്കെ, ആ സർ. ഇനി സൈൻ നെഗറ്റീവ് ആവുന്നത് ഏത് ക്വാഡ്രന്റിൽ? അപ്പൊ തേർഡ് ക്വാഡ്രന്റിൽ തീരുമാനമായി. ഫസ്റ്റിലും സെക്കൻഡിലും ഫോർത്തില് ഫസ്റ്റിലും സെക്കൻഡിലും പോസിറ്റീവ് ആണ്. പിന്നെ നെഗറ്റീവ് വരുന്നത് എവിടെയാ? ഫോർത്തിലാണ്. ഫോർത്തിൽ വരുമ്പോ എന്ത് വരും മക്കളെ? ആ സർ 2π മൈനസ് 5/6 അല്ലേ? 2π മൈനസ് 5/6 വന്നാൽ ഇത് ഏതാ ക്വാഡ്രന്റ് വരിക? ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. വിത്ത് നെഗറ്റീവ് സൈൻ 5/6 വരില്ലേ? That is equal to negative 1π. ഓക്കെ, അപ്പൊ ഉടനടി നമുക്ക് പറയാം ഇതാണ് താരം 12π മൈനസ് 5/6. അപ്പൊ എത്രയും 5/6. അപ്പൊ x is equal to 2π minus 5/6. That is equal to 12π minus 5/6. That is equal to 11π. പറയേ 11π/6. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് എന്തുണ്ടാവുക ഇയാൾക്ക്? ക്രിട്ടിക്കൽ. ഇതാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. വളരെ ക്രിട്ടിക്കൽ ആവുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? അപ്പോ 7π/6 and 11π/6. 7π/6 and 11π/6. ഇത് രണ്ടും 0-നും 2π-നും ഇടയ്ക്കല്ലേ? 0 less than 7π/6, 11π/6 less than 2π. നമ്മുടെ ഇന്റർവെല്ലിലല്ലേ? ആ ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടി. ഇനി അതിന്റെ കൂടെ ഏത് പോയിന്റ്സും കൂടി ആഡ് ചെയ്യണം നമ്മള്? 0-യും 2π-യും. 2π കൂടി നോക്കിയിട്ട് ഈ ഫംഗ്ഷന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം മക്കള്, അല്ലേ? അതെ. അപ്പൊ ആരൊക്കെ കാണണം? f(0) കാണണം. അപ്പൊ x f(0) 0 കൊടുക്കുമ്പോ 7π/6. 0 കൊടുക്കുന്ന 2 minus 0 that is 2 വരും. ഇനി അടുത്ത വാല്യൂ എത്രയാ? 7π/6. 7π/6 കൊടുക്കണം. 7π/6 കൊടുക്കുമ്പോ cos 7π/6 ന്റെ വാല്യൂ എത്രയാ? cos 7π/6 ന്റെ വാല്യൂ cos 5 plus 5/6 അല്ലേ? തേർഡ് ക്വാഡ്രന്റ് നെഗറ്റീവ് cos 5/6 അല്ലേ? cos തന്നെയല്ലായിരിക്കും, പൈ വരുമ്പോ cos തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ മൈനസ് √3/2. cos 30 √3/2 അല്ലേ മോളെ? കണ്ടില്ലേ കുട്ടി? പെട്ടെന്ന് കട്ടായി പോയതാ. എന്താണ് cos 5/6 √3/2 അല്ലേ? നെഗറ്റീവ് √3/2 കിട്ടി. അപ്പൊ നെഗറ്റീവ് √3/2 കിട്ടി. cos 7π/6 അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ 2 into മൈനസ് √3/2 മൈനസ് ആരുടെ വാല്യൂ ആണ്? 7π/6 ആണ് വേണ്ടത്. ആ 7π/6 നമ്മള് പൈനെ ആ 3.14 ഒക്കെ എഴുതി സിംപ്ലിഫൈ ചെയ്യണം. കിട്ടിയോ? ഇത് നെഗറ്റീവ് ആയിരിക്കുമല്ലോ, ഉറപ്പല്ലേ? ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. നെഗറ്റീവ് ആയിരിക്കും. ഇതിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. -5.4 ആണ് അപ്രോക്സിമേറ്റ് വരുന്നത്. ഓക്കെ സർ. ക്ലിയർ ആയോ? സർ. ഇനി അടുത്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? 11π/6. 11π/6 വരുമ്പോ 2 cos 2π minus 5/6 minus 11π/6. 11π/6. That is equal to 2 into cos 2π minus theta. cos തന്നെയല്ലേ? All students take cos പോസിറ്റീവ് അല്ലേ? അതെ. അപ്പൊ cos 5/6 അല്ലേ വരുന്നത്? അതെ. minus 11π/6. cos 5/6 എത്രയാണ് മോളെ? √3/2. √3/2 വീട്ടിൽ പോയി പോലെ ഇവിടെ എത്ര പ്ലസ് √3/2 വരും അല്ലേ? √3 minus 11π/6 അല്ലേ? ഇത് നോക്കിയാൽ ഇത് 3 പോയിന്റ് സംതിങ് ആണ് അല്ലേ? 33 പോയിന്റ് സംതിങ് വരും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ.
അല്ലെ? ആ 34 സംതിങ് വരും. ബൈ 6 ചെയ്യുമ്പോൾ IR 30. 5 കൂടുതലാവും. ആ ഇത് √3 നെഗറ്റീവ് അല്ലേ ഉള്ളൂ. വരും. √3 നെഗറ്റീവ് വരില്ലേ? വരും. ഇവര് പറഞ്ഞിട്ടുള്ളത് അത് -4.03 ആണ്. -4.03. ഏത് പോയിന്റിലാണ് ഇവിടെ? 11/5/6. 11/5/6. ഇനി ഒരു ചങ്ങാതി കൂടി ബാക്കിയുണ്ട്. 2π. 2π പറഞ്ഞേ. cos 2π എത്ര? 2 cos 2π. 1. 2 മൈനസ് π അല്ലേ? 2 minus 2π. 2π സോറി 2 മൈനസ് 2π. അപ്പൊ എത്രയാ വരിക? അത് നെഗറ്റീവ് വരില്ലേ? നെഗറ്റീവ് വരും. 2π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 6 പോയിന്റ് സംതിങ് വരും. 6.28 അല്ലേ? -2 വരുമ്പോ 4 point something. 4.28 വരില്ലേ? മൈനസ്. ഓക്കെ, വാട്ട് ആർ ദ എക്സ്ട്രീംസ്? മിനിമം 7π/6 അല്ലേ? Minimum. That is the absolute extreme. Okay. Absolute maximum? 2 0 ല്. 0. എനിക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ ബാങ്കിൽ എടുത്തു ഈ ചോദ്യം. ഓക്കെ, ഓക്കെ സർ. അപ്പൊ അതിൽ ചലഞ്ചിങ് ആയിട്ടുള്ളത് ഈ 7π/6ഉം 11π/6ഉം കണ്ടുപിടിക്കലാണ്. സർ. കിട്ടിയ മോളെ? സർ.